ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഷൈൻ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയതാണ്. അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ അഴിച്ച് നോക്കുമ്പോണ്ടല്ലോ, ബ്രേക്ക് ലൈനർ കിടക്കുന്നത് കമ്പനി ലൈനറാണ്, പക്ഷേ മാക്സിമം അതിൻ്റെ ഉപയോഗം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഉപയോഗിച്ച് തീർന്നതാണ്. അപ്പോൾ അത് മാറ്റി ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഹബിനകത്തൊക്കെ അത്യാവശ്യം ലൈനർ ഉറഞ്ഞ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. പിന്നെ സീറ്റിൻ്റെ കേബിളിൻ്റെ സീറ്റ് ലോക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യേണ്ടത്, അതൊക്കെ ജസ്റ്റ് ആ കേബിൾ തന്നെ ഒന്ന് വിട്ടിടുന്നതാണ്. പിന്നെ ചെയിനൊക്കെ ഒന്ന് വലിക്കാൻ്റെ ചെയിൻ ലൂസ് ഉണ്ടായിരുന്നു. എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി കേട്ടോ, നിലവിൽ വേറെ പ്രശ്നമില്ല. ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണ്ടോ. ഇത് ഇരിക്കുന്ന ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ്, 12 വോൾട്ടും 4 ആംപിയറുള്ള ബാറ്ററിയാണ്. അത് 2021 മോഡലാണ് ഇത് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ ബാറ്ററി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ വോൾട്ട് ടെസ്റ്റ് നടത്തുമ്പോൾ 12.80 വരെ കാണുന്നുണ്ട്. അപ്പോൾ 12.5 വോൾട്ട് മുകളിലുണ്ട്. അപ്പോൾ നല്ലൊരു ഡെലിവറിയാണ് ശരിക്കും. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് വിട്ടിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് വിടുമ്പോഴും നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കണേ. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ ബാറ്ററിക്ക് വേറെ കംപ്ലൈൻറ്റ് ഉള്ളതായിട്ടൊന്നും കാണുന്നില്ല. 2021 മോഡലാണെങ്കിൽ പോലും ഇരിക്കേണ്ടത് ആമറോണാണ്, 12 വോൾട്ട് 4 ആംപിയർ വരുന്നത്. പിന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ സെൽഫ് അടിക്കുമ്പോൾ നമുക്ക് സെൽഫ് മോട്ടറിൻ്റെ ഭാഗത്ത് നല്ല ശബ്ദ വ്യത്യാസമുണ്ട്. അതെന്ന് ശരിക്കും പറഞ്ഞാൽ മോട്ടറിൻ്റെ ആർമേച്ചറിൻ്റെ ഒക്കെ തേമാനാണത്. അത് മോട്ടർ വർക്ക് ചെയ്യണതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ സെൽഫ് അടിക്കുന്ന സമയത്ത് ശബ്ദ വ്യത്യാസം വന്നത് മോട്ടറിൻ്റെ തേമാനം കൊണ്ടുവന്നാണ്, ആർമേച്ചറിൻ്റെ തേമാനം കൊണ്ടുവന്നാണ്. അപ്പോൾ തൽക്കാലം അത് മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് സെൽഫ് മോട്ടർ മാറ്റി വെച്ചാലാണ് ആ സൗണ്ട് ഇല്ലാതിരിക്കുകയുള്ളൂ. പക്ഷേ മോട്ടർ വർക്ക് ചെയ്യണതിന് പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്താലും പ്രശ്നമില്ല. കാരണം ഏകദേശം ഒരു 12,000 രൂപ 2100 അടുത്ത് കോസ്റ്റ് തന്നെയാണ് ഈ മോട്ടറിന് മാത്രമായിട്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഹെഡിൻ്റെ ഭാഗത്ത്, എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് അത്യാവശ്യം ഓയിൽ ലീക്ക് കാണുന്നുണ്ട്. അതിൻ്റെ ഈ സെൻറ്ററിൽ വന്നൊരു റബ്ബറുണ്ട്. പിന്നെ അത് ഇവിടുത്തെ ആ ബോൾട്ട് വന്ന ഭാഗത്തുള്ള മൗണ്ട് റബ്ബർ, ആ 2 റബ്ബറും മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഓയിൽ ലീക്കിൻ്റെ ഇത് ക്ലിയർ ആയി പോകും കേട്ടോ. പിന്നെ നമുക്ക് പെട്രോളിൻ്റെ അളവ് കൃത്യമായിട്ട് അറിയാൻ പറ്റാത്തൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അത് ഫ്യൂവലിൻ്റെ ഫ്ലോട്ടിൻ്റെ കംപ്ലയിൻ്റാണ്, ഈ ഐറ്റത്തിൻ്റെയാണ്. പക്ഷേ ഐറ്റം അവൈലബിൾ ആണ്, നമ്മുടെ സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ള ദിവസം ചെക്ക് ചെയ്ത് നോക്കണം. ഞാൻ ഉണ്ടെങ്കിൽ അത് റെഡിയാക്കി വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി എന്ത് ഷൈൻ തന്നെ 2-3 മോഡൽ വന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ചിലപ്പോൾ സ്റ്റോക്കിലുണ്ടായിരുന്നു വരില്ല. ഇനി ഒരു പക്ഷേ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ RC ബുക്കിൻ്റെ ഒരു കോപ്പി നമുക്ക് കൊടുക്കുകയാണെങ്കിൽ അത് വരുത്തി വയ്ക്കുക. നെക്സ്റ്റ് സർവീസിൽ നമുക്കത് ചേഞ്ച് ചെയ്ത് വിടാം. ഉണ്ടെങ്കിൽ ഞാൻ സെറ്റ് ചെയ്തേക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ കേബിള്, ചോക്കിൻ്റെ കേബിള്. ക്ലച്ച് കേബിൾ ഓൾറെഡി ഔട്ടർ പൊട്ടി തുരുമ്പ് ആയിട്ടുണ്ട്. അതേപോലെ ചോക്കിൻ്റെ കേബിളും വലിഞ്ഞ് നിൽക്കണം. അതുകൊണ്ട് തന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വണ്ടി ഐഡിലിങ് കറക്റ്റ് അല്ല, ഒരു കയറി ഇറങ്ങി നിൽക്കുള്ളൂ. നമ്മൾ വണ്ടി കൊണ്ട് നിർത്തുന്ന സമയത്ത് ഒരു അല്പം റേസിങ് കാണിക്കും. കാരണം ഞാൻ ചോക്ക് ചെറുതായിട്ട് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഒരു അല്പം പെട്രോൾ കൂടുതൽ ചെല്ലും. അപ്പോൾ എയർ സപ്ലൈ ഓൾറെഡി ഉള്ളത് കൊണ്ട് ആ പെട്രോൾ ചെല്ലുമ്പോൾ വണ്ടി റേസിംഗ് ആയിട്ട് കാണിക്കും. അതാണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൈലേജിനെയും അത് ഡയറക്റ്റ് ബാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ചോക്ക് കേബിളൊന്ന് മാറ്റിയിട്ടേക്കാം കേട്ടോ. ക്ലച്ചിൻ്റെ പറഞ്ഞ ഔട്ടർ പൊട്ടിയിരിക്കണോണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളത് മാറ്റിയേ പറ്റുള്ളൂ. അപ്പോൾ കൈയോടെ മാറ്റിയിട്ടേക്കാം, അല്ലെങ്കിൽ പൊട്ടി എവിടെയെങ്കിലും വഴിയിൽ പെടുന്നൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടായേക്കാം. പിന്നെ ഹെഡ് ലൈറ്റിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ബൾബിൻ്റെ ഒരു പോയിൻറ്റ് പോയിട്ടുണ്ട്, ഓൾറെഡി ഒരു പോയിൻറ്റ് പോയിട്ടുണ്ട്. പിന്നെ അതിനേക്കാളും ഉപരി നമ്മൾ എക്സ്ട്രാ നമ്മൾ വെച്ച് കൊടുത്തേക്കുന്ന ഒരു സ്വിച്ച് ഉണ്ടല്ലോ, ഹാൻഡിൽ ബാറുമ സെപ്പറേറ്റ് കണക്ട് ചെയ്തേക്കുന്ന സ്വിച്ച്, ആ സ്വിച്ചിനും ഒരു ചെറിയൊരു ലൂസ് കോൺടാക്റ്റ് ഉണ്ട്. അപ്പോൾ അതൊന്നും മാറ്റിയിട്ടേക്കാം, ഹെഡ് ലൈറ്റ് ബൾബ് മാറ്റാം. അപ്പോൾ ആ കംപ്ലയിൻറ്റ് റെഡി ആയി പോകും കേട്ടോ. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്യാനുണ്ട്. ബ്രേക്ക് പാഡ് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം പാഡൊക്കെ ഉണ്ട്, ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്താൽ മതി. പകുതിയിൽ കൂടുതൽ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് സർവീസിലൊക്കെ നമുക്ക് നോക്കിയിട്ട് മാറ്റേണ്ടി വന്നേക്കാം. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം ഉണ്ട്, ഒരു പകുതിയിൽ കൂടുതൽ തീർന്നിട്ടുണ്ട് എന്തെങ്കിലും കേട്ടോ. പിന്നെ ആ ബ്രാക്കറ്റൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കേട്ടാൽ. പിന്നെ കാർബേറ്റർ യൂണിറ്റ് നമ്മളൊന്ന് അഴിച്ചിട്ടുണ്ട്. കാരണം ചെറിയൊരു ടൈം ലാഗ് മിസ്സിങ് പോലെ കാണിച്ചു. കാരണം അത് കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് വിടണുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ആ മെയിനായിട്ടെന്ന് വെച്ചാൽ ചോക്കിൻ്റെ പ്രശ്നം കാരണം എന്തുകൊണ്ടാണ് അത് റേസ് ആവണേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാർബേറ്റർ നമുക്ക് അഴിക്കേണ്ടി വന്നത്. അപ്പോൾ കൂട്ടത്തിൽ അത് ക്ലീനിങ് കൂടി നടത്തി കയറ്റാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ അഴിച്ചാണ്ട് റീസെറ്റ് ചെയ്യൽ നടക്കില്ല. അപ്പോൾ ക്ലീൻ ചെയ്താണ് റീസെറ്റ് ചെയ്യാം, ചോക്കിൻ്റെ കേബിളും മാറ്റി റെഡിയാകാം. പിന്നെ പ്ലഗ് ഓൾറെഡി നല്ലതാണ്, എയർ ഫിൽറ്ററിൻ്റെ കൂട്ടത്തിൽ മാറ്റിയേക്കണതാണ്. അതൊന്ന് ക്ലീനാക്കി ഘടിപ്പിച്ചാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊക്കെയാണ് സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി ഒന്ന് ആക്കി നോക്കിയിട്ടേ ഏകദേശം എത്ര കോസ്റ്റ് വരുമെന്നൊന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും റിപ്പോർട്ടും കൂടിയിട്ട് വാട്സാപ്പിലേക്ക് തരാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.